ഹലോ ഗൈസ്. അപ്പോൾ നമ്മുടെ മൗണ്ടനർ മല്ലുവിൻ്റെ ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഹൈക്ക് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഓൾറെഡി ഒരു 10-16 പേര് ഫസ്റ്റ് ഗ്രൂപ്പായിട്ട് പോയി. ഇപ്പോൾ ബാക്കിയുള്ളവരാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി കുറച്ച് പേരും കൂടി വരാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ ഉള്ളവരെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ബാക്കിയുള്ളവർക്ക് നമ്മൾ റൂട്ട് അയച്ചു കൊടുത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് വളരെ നല്ലൊരു ഹൈക്കായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കൂട്ടിയിട്ടുള്ള ഫസ്റ്റ് അടിപൊളി ഹൈക്കായിരിക്കാനാണ് ചാൻസ്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് കംസ്. അതെ, വെതർ വലിയ കുഴപ്പമില്ല, മഴയൊക്കെ മാറി വരുന്നുണ്ട്. ലെറ്റ്സ് സീ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അടുത്ത് എത്താറായിട്ടുണ്ട്. നമ്മുടെ ഫുൾ ടീം ബാക്കിൽ വരുന്നുണ്ട്. നൈസായിട്ട് എല്ലാവരും പരിചയപ്പെട്ട് പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയാവുന്നു. ഹൈക്ക് തുടങ്ങിയിട്ടില്ല, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്നേ ഉള്ളൂ. ഒന്നും പേടിക്കണ്ട, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താറാവണുള്ളൂ. ചാർജ് 2 ബൈക്ക് സംസാരിച്ചോണ്ട് നടക്കാതെ ഞാനോ നീ ഇപ്പോൾ പറഞ്ഞ കഥകൾ ഞാൻ അവിടെ പറഞ്ഞോളൂ. സംസാരിച്ചോണ്ട് നടക്കാൻ പറ്റത്തില്ല. കേറിയിട്ട് നമ്മൾ എത്തുന്നില്ല, സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഹൈ 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 ചാർജ് അപ്പ്. ആക്ച്വലി സ്റ്റാർട്ടിംഗ് പോയിന്റിലൊക്കെ എത്തി, കുറച്ച് നടന്നു തുടങ്ങി. ഇപ്പോൾ ടെറൈനൊക്കെ ഓൾറെഡി മാറി, സ്മൂത്തായിട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെ മാറി. കുറേ പേരൊക്കെ അത്യാവശ്യം നല്ല പേസ് ഉണ്ട്. അവരൊക്കെ മുമ്പിൽ നന്നായിട്ട് പോയി, ചിലർ കുറച്ച് ബാക്കിലുണ്ട്. നമ്മളിപ്പോൾ ഒരു മിഡിലായിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ ഓരോ പോയിന്റ് വെച്ചിട്ട് ഓരോരുത്തരെ മീറ്റ് ചെയ്യാം. എല്ലാവരും നൈസാണ്. നമ്മൾ ഫസ്റ്റ് ടൈം കാണുക എന്നുള്ളതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായ കാരണം കണക്ട് ചെയ്യാനൊക്കെ നന്നായിട്ട് പറ്റുന്നുണ്ട്. സോ ഇതുവരെ നല്ല എൻ്റർടൈനിങ് ആണ്. കശുവണ്ടി സോ നമ്മുടെ ബ്രേക്കൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി ചാർജായി പഴവും വെള്ളവും ആപ്പിളും കാര്യങ്ങളൊക്കെ കഴിച്ച് വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഫുൾ പവർ. ഇനി നമുക്ക് ഏകദേശം ഒരു 350 മീറ്റർ എലിവേഷൻ ഗെയിനും കൂടിയാണ് എത്തിക്കാനുള്ളത്. ഇപ്പോൾ ഓൾറെഡി 1100 താഴെ നമ്മൾ ഓൾറെഡി എത്തി. അപ്പോൾ ഇനി കുറച്ചും കൂടി ഉള്ളൂ, നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു ഫസ്റ്റ് വ്യൂ പോയിന്റിലെത്തി. അവിടെ നമ്മളെത്തിയപ്പോഴേക്കും ഓൾറെഡി നമ്മുടെ ടീംസൊക്കെ ഇവിടെ ഉണ്ട്. നൈസാണ്. ഈ മരത്തിൻ്റെ മണ്ടയിലാണ് കയറിയിരിക്കാറ്. ഓൾമോസ്റ്റ് നമ്മുടെ ടീംസൊക്കെ എത്തി തുടങ്ങി. ഇനി കുറച്ച് പേരും കൂടിയാണ് വരാനുള്ളൂ. അങ്ങനെ നമ്മുടെ സ്ഥിരം ആയിട്ടുള്ള പരിപാടി ഇവിടെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മണ്ടയിലൊന്നും കയറിയില്ലെങ്കിൽ നടുവല്ലി താഴ്ത്തുകൊണ്ട് ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. അല്ല, നമ്മുടെ വ്ളോഗർ വേറെ ലെവലാട്ടാ. നമ്മുടെ ബാക്കിലേക്ക് എന്താണ് ഗ്രൂണ്ടൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത ഹൈക്ക് ആ ഗ്രൂണ്ടനിലേക്ക് തന്നെ വയ്ക്കാം. ഇപ്പോൾ അതെ കുറച്ച് പേരും കൂടി ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ കുറേ വ്ളോഗേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ ആക്ച്വലി കുറേ വീഡിയോസും സാധനങ്ങളൊക്കെ എടുത്ത് ഇരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു സെക്കൻഡ് വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ എത്തിക്കണത്. ചെറിയ നൈസായിട്ട് ബ്ലൈഹിൻ്റെയും വ്യൂസൊക്കെ കാണുന്ന ഒരു സ്ഥലം. ഇവിടെയൊക്കെ ഫുള്ള് ആൻസർ കിട്ടിയില്ല. നമ്മൾ നമ്മുടെ ഹൈക്കിൻ്റെ ഓൾമോസ്റ്റ് ഏരിയകളൊക്കെ തീരാറായി. നമ്മൾ പീക്ക് എത്താറായി. വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു. എല്ലാവർക്കും നല്ല സൂപ്പർ പേസും ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി മിട്ടാഗിൻ്റെ മുകളിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും സക്സസ്ഫുള്ളി എത്തിയിട്ടുണ്ട്. ചെറിയ മലയായ കാരണം തന്നെ ആർക്കും വിഷയമൊന്നും ഇല്ലാണ്ട് എല്ലാവരും എത്തി. എല്ലാവരും ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ബ്രോ, ഹാപ്പിയാണോ? സൂപ്പർ. ഇനി നമ്മളിതൊരു സ്റ്റാർട്ടിംഗ് ആക്കി എടുത്ത് ഇനി അടുത്ത വലിയ വലിയ മലകളിലേക്ക് പോകുന്നതായിരിക്കും അല്ലേ? യെസ്. അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് എത്തി തുടങ്ങി. ഇനി നമുക്ക് തോന്നുന്നു ഒരു 4-5 പേരും കൂടിയാണ് വരാനുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 പേരും കൂടിയാണ് വരാനുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയി. ഇതൊരു ചെറിയ മലയാണ്, നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടാണ്. ഇനി നമ്മുടെ ടീംസൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എല്ലാവരും
നല്ല മലയുടെ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് സെറ്റാണ്. ഇനി അടുത്ത ചെറിയ മലയ്ക്ക് പോകേണ്ടവർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വഴിയുണ്ട് കേട്ടാ. ഇനിയും ചെറിയ മലകൾ കുറേ ഉണ്ട്. ആരോ പോയി എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. അവൻ പോയി തോന്നുന്നുണ്ട്. സെറ്റ് പിപി സെറ്റ്. വിജയകരമായി നമ്മളെല്ലാവരും എത്തിച്ചെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ 3 പേരും കൂടി കാണാനുണ്ട്. അവരും കൂടി വരാനുള്ളൂ. അവർ കുറച്ച് പതുക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എല്ലാം സെറ്റായിട്ട് നിൽക്കുന്നു. അപ്പൊ നമ്മുടെ ഫൈനൽ പോയിന്റ് നമ്മളിപ്പോ എത്തിച്ചു. അതെ അതെ, നമ്മള് ഇനിയും മുകളിലോട്ട് പോകണ്ടെന്നാണ് തീരുമാനം. ഓൾറെഡി മിറ്റാഗ് വരെ വന്നു. പിന്നെ ബാരൻകോഫ് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ പരിചയം നടത്തി ഇവിടെ വരെ എത്തി. ഇനി നമ്മള് തിരിച്ചൊരു റെസ്റ്റോറൻറ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിരുന്നു, കുറച്ച് ചില്ല് ചെയ്യുന്നു, താഴത്തോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. കുറച്ച് മഴ വരാൻ ചാൻസ് ഉണ്ട്. ഒരു ചിറാപ്പൂഞ്ചി മഴ നനയാൻ പറ്റും. ആരൊക്കെ ചിറാപ്പുഞ്ചി വരുന്നുണ്ട്. മഴ വരുന്നുണ്ട്. വെയിറ്റിംഗ് ആണ്. ഇതും കൊണ്ട് നടക്കുക ചിറാപ്പുഞ്ചി എടുക്കാൻ വേണ്ടിട്ട് റെയിൻ കോട്ടും സ്ലോ മോഷനിൽ ഓടുമായിരിക്കില്ല. ചാടരുതെന്ന് മാത്രം. നീ കഴിഞ്ഞ പ്രാവശ്യം ഓടിയ പോലെ തന്നെ ഓടറേ പോക്കറ്റിൽ കൈയിട്ടിട്ട് 2 കണ്ണാടി വെച്ചോണ്ട് എല്ലാവരും സ്ലോ മോഷനിൽ ഇങ്ങനെ ഓടാൻ പറഞ്ഞു. ഒരാൾ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഈ മറ്റേ ഇവരോടത്തില്ലേ പഹത്തോടത്തില്ലേ മറ്റേ ഇതില് ഈ സാധനം ആ സാധനം. അയ്യോ, അവിടുന്ന് സണ്ണ് വരുന്നുണ്ട്. ചിറാപ്പുഞ്ചി കിട്ടൂലെന്ന് തോന്നുന്നുണ്ടോ? ചിറാപ്പുഞ്ചി പോകുന്നുണ്ട്. സണ്ണ് ഇറങ്ങി വരണ കിട്ടിയില്ലേ? ഒരു തുള്ളി വന്ന് വീടും എന്റെ മേത്ത്. ഈ ഫോൺ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നത് എടുക്കാം. അവിടുന്ന് സണ്ണ് വരുന്നുണ്ടോ? നീ ഇറങ്ങി ആരാ എവിടെ? ആ എല്ലാവരും നമ്മുടെ എത്തിയിട്ടുണ്ട് ഇവിടെ. ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഇവിടേക്ക് നിൽക്കുന്നു. ചേച്ചിയോടെ എവിടെ? അവിടെ നിന്നാ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരാൾ മാത്രം ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കപ്പെടാത്ത ഒരാളും കൂടി ഉണ്ട്. നമ്മുടെ ബാക്കിൽ ആരോ വരുന്നുണ്ടായിരുന്നു. അവൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. നമ്മൾ മിഠായി കയറിക്കൊണ്ടിരുന്ന സമയത്ത് അവൻ ആക്ച്വലി നമ്മുടെ മറ്റേ താഴത്തെ മരല്ലേ അതിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ അവൻ മിഠായി എത്തിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും എത്തിയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഹൈക്കൊക്കെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നു. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ചെറിയ റെസ്റ്റോറൻറ്റ് സെറ്റപ്പിൽ ഇപ്പോൾ ഇവിടെ എത്തി. എല്ലാവരും നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേര് ഇവിടെ ഇങ്ങനെ ബിയർ അടിക്കുന്നു, അവിടെ ബിയർ അടിക്കുന്നു. നമ്മളിപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കും. ഓരോരുത്തർ തന്നെ ഓർഡർ ചെയ്യുന്നു. ഇവിടെ കുറച്ച് നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് പതുക്കെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. നമ്മളും ആദ്യമായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത്. ഇത് കുറച്ച് മാറിയിട്ടാണ്, പക്ഷെ നൈസ് വ്യൂവും എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ്. ഇവിടെ കുറച്ച് മുന്നേ മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് മാറിയിട്ട് പ്ലേ ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നൈസ് ഒരു ബയറിഷ് വൈബ്സ് ആയിരുന്നു വന്ന സമയത്ത്. ഇത് വരുന്നതിന് മുന്നേ അത് നിർത്തി. ആ സാധനമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പ്ലേ ആയിരിക്കും. ആൻഡ് എല്ലാവരും വിചാരിച്ച പോലെ പോകുന്നുണ്ട്. സോ എല്ലാം നന്നായിട്ട് പര്യവസായിരിക്കുന്നത് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടീമിനെ കൊണ്ടുപോയ ക്യാപ്റ്റൻ ആൽഫിൻ ബ്രോ. എല്ലാം വളരെ നന്നായി മുന്നോട്ട് പോയി. വിചാരിച്ചതിനേക്കാളും എല്ലാവരും ഭയങ്കര ചാർജ്ഡായിരുന്നു. നമ്മളിത് ഇവിടെ ഓർഡറിംഗ് ആണ് സാധനങ്ങളൊക്കെ. ഇവിടെ കൂഹനും കുറച്ച് ബിയറാണോ? ബിയറല്ലോ, ആപ്പിൾ ഷോളേ. ഓക്കെ, അപ്പോൾ ആപ്പിൾ ഷോളയും കൂഹനും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വ്ളോഗർമാരെന്താ ചെയ്യണമെന്ന് നോക്കാം. എന്തൊരു കിട്ടിയേ? ഓക്കെ, ഓ നൈസ്. വ്ളോഗേഴ്സൊക്കെ എന്തിട്ടാണ് മേടിക്കാൻ പോകുന്നത്? വ്ളോഗർ ബട്ടർ മിൽക്ക് മാത്രമേ. നമുക്കിവിടെ ആക്ച്വലി പല ടൈപ്പ് ഓഫ് കേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് മലയൊക്കെ ഇറങ്ങി താഴത്തെത്തി. ഇവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്, കുറച്ച് വെള്ളത്തിൻ്റെ ഒക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് റീഫ്രഷ് ചെയ്യാണ്. കുടിക്കാൻ പറ്റുന്ന വെള്ളമൊന്നുമല്ല, എന്നാലും റീഫ്രഷൊക്കെ ആവുന്നുണ്ട് എല്ലാവരും. നമ്മുടെ ടീം ഫുള്ള് ഇവിടെ ഉണ്ട്, കുറച്ച് പേരൊക്കെ മുമ്പിൽ പോയിട്ടുണ്ട്. പീപ്പിക്ക് വെള്ളം കണ്ടപ്പോൾ ഒന്ന് കുടിക്കാനുള്ളൊരു തോന്നി. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് താഴത്തെത്താറായി. അപ്പോൾ ഇവിടെ ചെറിയൊരു ബ്രേക്ക് എടുത്തിക്കാണ് എല്ലാവർക്കും ഒരു ചെറിയ ബ്രേക്കൊക്കെ ആയി സെറ്റാണ് എല്ലാവരും. ചേച്ചിയൊക്കെ ഫുൾ പവറാണ്. ഹൈക്കിംഗ് ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്, പക്ഷേ ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ, അതും എസ്പെഷ്യലി സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ ആദ്യമായിട്ടാണ്. ആൻഡ് ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. സോ ഞാനിങ്ങനെ സോളോ പോകണോ ഇത് വേണോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു ഇത് ചൂസ് ചെയ്തത് ഏറ്റവും ബെസ്റ്റ് ആണെന്ന്. വളരെ അടിപൊളിയായിരുന്നു. കുറേ മലയാളീസിനെ പരിചയപ്പെടാൻ പറ്റി, പുതിയ പുതിയ ആൾക്കാരെ കാണാൻ പറ്റി. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. വന്ന് ജോയിൻ ചെയ്യുക ഇനി ഇവരുടെ കൂടെ. ഞങ്ങൾ 4 പേര് ആർക്കും ഉണ്ടാവല്. ഓക്കെ, ഇത്ര ഒരു 10-40 ആൾക്കാരെ കൂടെ ഹൈക്ക് ചെയ്യുമ്പോൾ അടിപൊളി. ഓക്കെ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. കൊള്ളായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആണ്. ഇത് ഭയങ്കര ടെക്നോളജി ആണല്ലോ.